ഇവിടത്തേക്ക് വണ്ടിയൊന്നും പോകാത്തൊരു സൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കിയെടുത്താണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏകദേശം ഒരു 350ഓളം കായ്ക്കുന്ന കവുങ്ങുകളാണ്. കായ്ക്കുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ, പക്ഷേ കായകളൊന്നുമില്ല. പൂക്കളെല്ലാം കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ മഞ്ഞളിപ്പ്, അതായത് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ pH ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.5 അതായത് മണ്ണ് അസിഡിറ്റിക്കാണ്, പുളിപ്പുരസമാണ് മണ്ണിന്. നമ്മൾ എന്ത് വളങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ശേഷി മണ്ണിനില്ല. അതായത് ചാണകം, യൂറിയ, പാറ്റംബോസ്, കോഴിക്കാഷ്ടം എന്ത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും ഇത് പകുതി ലെവലിലൊന്നും വലിച്ചെടുക്കാനുള്ള ശേഷി വരെ മണ്ണിനില്ല. അതുകൊണ്ടാണ് 4.5 എന്ന് പറയുന്നത്. അസിഡിറ്റിക്കാണ്, അതായത് പുളിപ്പുരസമാണ്. നമുക്കിത് ആൾക്ലൈനാക്കി മാറ്റണം. ആൾക്ലൈനാക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി SPCയുടെ pH ബൂസ്റ്റർ, അതുപോലെ ബയോഗ്രീൻ, ഭൂമിത്ര, ഇത്രയും നമ്മൾ ഒരുമിച്ച് ഒരു കവുങ്ങിന് കൊടുക്കുന്നത് 3 kg ആണ്. SPCയുടെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പച്ചക്കൊക്കെ പൊടിച്ചു, അതുപോലെ മഗ്നീഷ്യം, സൾഫർ ആഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ബയോഗ്രീൻ എന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് മഗ്നീഷ്യം ആണ്. ശരിക്കും നല്ല ഇലകൾ, നല്ല പച്ചപ്പ് കിട്ടാൻ സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ഭൂമിത്ര എന്ന് പറഞ്ഞൊരു ബയോ കമ്പോസ്റ്റാണ്. 14 തരം മൂലകങ്ങൾ ബയോ കമ്പോസ്റ്റാണ്. ഇതിനകത്ത് എല്ലാം കിട്ടും. ഫാറ്റ്, യൂറിയ, NPK, നാച്ചുറലായിട്ടുള്ള എല്ലാം ഇതിനകത്ത് കിട്ടും. അതുപോലെ കടലിലിട്ട സർഗസ്, പായൽ, ഇതെല്ലാം ഭൂമിത്രയിൽ 14 തരം മൂലകങ്ങളുടെ ബയോ കമ്പോസ്റ്റാണ്. ഇതൊരുമിച്ച് 3 ബാഗും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു കവുങ്ങിന് കൊടുത്ത് 3 kg ആണ്. അതായത് 1.5 kg pH ബൂസ്റ്റർ, 1/2 kg ബയോഗ്രീൻ എന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് മഗ്നീഷ്യം. ഇത് കൂടാതെ ഇത്രയും കൊടുത്ത് 3 kg ആവും. ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് SPCയുടെ pH ബൂസ്റ്റർ. അതുപോലെ ഇതാണ് ഭൂമിത്ര, 14 തരം കമ്പോസ്റ്റ്. അതുപോലെ ഇതാണ് ബയോഗ്രീൻ, ഡോളമൈറ്റ് മഗ്നീഷ്യം ആണ്. ഇത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റുകളെല്ലാം ആവശ്യമുള്ളവരെ ഈ നമ്പർ കാണിക്കുന്ന നമ്മൾ വാട്സാപ്പ് അഡ്രസ്സ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ വിട്ട് തരാനും അതുപോലെ മലപ്പുറത്തുള്ളവർക്ക് മുൻഗണനയുണ്ട്. സൈറ്റ് വന്ന് ഫീൽഡ് വിസിറ്റ് ചെയ്ത് ശേഷം മണ്ണെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സൈറ്റിൽ പ്രൊഡക്റ്റ് ഇറക്കി തരുന്നതാണ്.